തവിയുടെ ഈ വീഡിയോയിൽ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നാടൻ കോഴിക്കറിയാണ്. അതിനാവശ്യമായ സാധനങ്ങൾ: കോഴി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിവ ചേർത്ത് പുരട്ടി വെച്ചിട്ടുള്ളതാണ്. ഇനി തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, കുരുമുളക് പൊടി, ഗരം മസാല പൊടിച്ചത്, സവാള അരിഞ്ഞത്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഉലുവ, കറിവേപ്പില. ഇനി നമ്മളിത് ചട്ടിയിലാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അടുപ്പത്താണ് ഇത് തയ്യാറാക്കുന്നത്. ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ പൊട്ടി വന്നാൽ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കുക. പെട്ടെന്ന് ഉള്ളി വഴറ്റി കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇതിൽ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു 3-4 തക്കാളി അരിഞ്ഞതാണ്. വലിയ തക്കാളി ആണെങ്കിൽ 3 എടുത്താലും മതി. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 2 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കി അതിലേക്ക് കോഴി വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. നമുക്കിത് തിളച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കോഴി ഇട്ട് കൊടുക്കാം. മൂടി വെച്ച് തിളപ്പിക്കുക. അപ്പോൾ നമ്മൾ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് കോഴി ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് മൂടി വെച്ച് വേവിക്കുക. ബ്രോയിലർ കോഴിയാണെങ്കിൽ ഒരു 15 മിനിറ്റൊക്കെ വെന്ത് നമ്മൾ കറി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. നാടൻ ചിക്കൻ കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.